ചേച്ചി ചേച്ചി എന്നും അമ്പലത്തിൽ പോവോ? ഇല്ല. ഇന്ന് എന്താ വിശേഷം? ആരെങ്കിലും പിറന്നാളാണോ? ഇന്ന് ഞങ്ങളുടെ രവിച്ചേട്ടന്റെ പിറന്നാളാണ്. ഊണ് കഴിക്കാൻ ചേച്ചി വരുമോ? രാമുണ്ണി മാഷിനെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായി. സുഖം തന്നെയല്ലേ? അച്ഛന് നല്ല സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഭാഗ്യമന്ദിരത്തിലെ ഭാഗ്യവുമായി ചോദിച്ചെന്ന് വാദ്യാരോട് പറഞ്ഞേക്കണം. നടന്നാട്ടെ. വരട്ടെ. ആ വാദ്യാരിന് കഷ്ടപ്പെടാതിരിക്കണേ ഉള്ളൂ. എന്താ? അയാള് പച്ചതീഞ്ഞല്ലായിരുന്നോ? 1ാം ക്ലാസ്സിൽ 5-6 കൊല്ലം ഞാനും പഠിച്ചതാ. തൊടയിലെ മുണ്ടങ്ങൾ നീക്കിയിട്ട് മണല് കൂട്ടിയല്ലേ തിരുമണത്. ഒരു ദിവസം ഞാൻ അയാളുടെ കയ്യിൽ മൂത്രമൊഴിച്ചു. അയാളതിനെ അനുഭവിക്കാണ്ടിരിക്കില്ല. ശരിക്കും പഠിക്കാഞ്ഞിട്ടല്ലേ പിച്ചി അടിക്കൊക്കെ ചെയ്തത്? എന്നിട്ട് ഞാൻ പഠിച്ചോ? ഒടുവിൽ അയാൾ തന്നെ തോറ്റു. എന്നിട്ട് ഒരു ദിവസം അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, എന്റെ പൊന്നുമോനെ അപ്പുകൂട്ടാ, നീ പഠിക്കാൻ വരണ്ട, നീ ഗുണം പിടിക്കില്ല. അമ്പോ മഹാദേവ ഗുരുവായൂരപ്പ ഭഗവാനേ. അമ്പലത്തിലേക്കാണോ? അതെ. അമ്മയും രമയും പോകുന്ന കണ്ടു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേരാണ്. രമ എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. വരുമോ? വരാം. നടയടയ്ക്കാറായി, വേഗം പോകും. ഇത്ര നേരം നീ എവിടെയായിരുന്നാ? നട അടയ്ക്കുന്നതിന് പോയി തൊഴിച്ചിട്ട് വാ. ഇവിടെ വാ, ഇപ്പഴത്തെ വാ. നിനക്ക് എവിടെ നിന്നാ ചന്ദനം കിട്ടിയത്? കുളിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് ചന്ദനം തൊട്ടു. പ്രസാദം തൊട്ടാണ് അമ്പലത്തിൽ വരുന്നത്. അധിക പ്രസംഗി. ഇവനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയിട്ട് എന്താ ഫലം? വിവരം വേണ്ടേ? സ്കൂളിലെ ടീച്ചറാണ് അത്രേ. ഇവൻ പഠിപ്പിക്കുന്ന പിള്ളേർ എങ്ങനെ നന്നാവും? ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? അത് പറയരുത്. തെറ്റ് തന്നെയാണ്. അമ്മ നിങ്ങളുടെ 3 മക്കളെയും കാര്യങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ നിലയിലെത്തിയത്. ഇവരിപ്പൊ അത് മനസ്സിലാക്കില്ലടാ അപ്പുകുട്ടാ. നിനക്കറിയാലോ, ഇവരുടെ അച്ഛൻ മരിക്കുമ്പോ രവീന്ദ്രന് 7 വയസ്സ്, രാജേന്ദ്രന് 4 വയസ്സ്. ഇവള് കൈക്കുഞ്ഞ്. തന്തയില്ലാത്ത പിള്ളേരെ പോലെയാണോ ഞാൻ ഇവരെ വളർത്തിയത്? എത്ര നന്ദമാരുണ്ടായാലും ഇത്ര നല്ല സൽസ്വഭാവത്തോടു കൂടി വളരില്ല. എന്റെ മക്കളെ പോലെ സൽസ്വഭാവമുള്ള ആളുകൾ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അത് ഭാർഗവമ്മയുടെ വൈഭവമാണെന്നാണ് നാട്ടുകാർ പറയണത്. രവീന്ദ്രന് ഇത്രയും പ്രായമായിട്ടും അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി 10 പ്രാവശ്യമെങ്കിലും ഞാൻ എഴുന്നേറ്റ് നോക്കും. അത് വേണം, പ്രായമതല്ലേ. പക്ഷെ എന്റെ മക്കള് വഴുതിട്ട് പോവില്ല. അയ്യോ, അന്ന് ഈ കാക്ക മലന്ന് പറക്കും. മോഹം കഷൂ ബഹുരം കുമജൽ ഗുണേദ്യാം. അച്ഛ, അമ്പലത്തിൽ വെച്ച് ചെവിച്ചേട്ടന്റെ അമ്മയും അനിയത്തിയും കണ്ടു. അച്ഛനെ അന്വേഷിച്ചു. ഇന്ന് ആ ചേട്ടന്റെ പിറന്നാളാണത്രേ. എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. നീ പോയി അവരുടെ സൽക്കാരം സ്വീകരിച്ചാൽ അതിന് പകരം സൽക്കരിക്കാനുള്ള കഴിവ് നമുക്കില്ല. അതുകൊണ്ട് മോള് പോകണ്ട. വിളിച്ച സ്ഥിതിക്ക് പോട്ടെ മാഷേ, ഒരു സന്തോഷായിട്ട് വിളിച്ചല്ലേ, എന്നിട്ട് ചെല്ലാതിരുന്ന അത് മോശമാണ്. മൊയ്തൂന് അറിയില്ല, ഞങ്ങൾക്ക് കുറച്ച് പണത്തിന് കുറവുണ്ട്. പക്ഷെ അവരെക്കാൾ അഭിമാനികളാണ്. ഓ പിന്നെ ഒരു പിറന്നാളിന് ചോറ് കഴിക്കാൻ പോയാലല്ലേ ഞങ്ങൾ അഭിമാനം പോകാൻ പോണത്. അങ്ങനെ ചിമ്പിയാ പോകുന്ന മൂക്കാനാണ് പോട്ടെ അഭിമാനം. പോലെ ഇജ്ജ് പോയിക്കോ. മൊയ്തുക്കാ പറയുന്നത്, അതിനെ കൊണ്ട് തന്നെ നമ്മളെ ഏറ്റു പോയിക്കോ. അപ്പേ മാഷേ, അന്തോണിയാപ്പള കുറച്ച് നെല്ല് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം? പെൻഷൻ കിട്ടിയ പണമെല്ലാം തീർന്നു മൊയ്തു. പണത്തിന്റെ കാര്യം അല്ല മനസ്സാങ്ങളോട് നമ്മൾ ചോദിക്കണേ. നിങ്ങൾക്ക് നെല്ല് ആവശ്യമുണ്ടോന്ന് പറയേ. ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കണ കാര്യം നമ്മൾ ഏറ്റ്. മിണ്ടാത്തതിന്റെ അർത്ഥം നിങ്ങൾക്ക് നെല്ല് വേണോന്ന്. വല്ലാത്തൊരു പടപ്പിന്നെയാണ് നിങ്ങളെ കൊണ്ട് നമ്മൾ തോറ്റ്. ശരി, ഇന്ന് വൈകുന്നേരം ഒരു ചാക്ക് നെല്ല് ഇവിടെ വരും. അത് വാങ്ങി മുറിന്റെ അകത്തിട്ടോണ്ട്. എന്തേ പിന്നെ ചാക്കില്ല, ഞാൻ ചെയ്താൽ കൊപ്രക്കലത്തേക്ക് പോലെ അന്നെ കൊണ്ട് നമ്മൾ തോറ്റ്. എന്നെ കെട്ടി നമ്മൾ അതാവ് കണ്ടോലില്ല. പക്ഷേ ചായ വേണോ?
അല്ല പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അയച്ചോ സ്ട്രോങ് ആയിട്ട് ഡഗരിയിൽ 2 ചായ കൊണ്ടാ. ഒന്ന് മാഷിക്കും ഒന്ന് ഞമ്മക്കും. ഒന്ന് ഈ കൊടുത്ത് കുടിച്ചോ. അല്ല ഗോപൻ എത്തിയോ? ഞാൻ വിചാരിച്ചു നീ ഉണ്ണാൻ വരേണ്ട കാര്യം മറന്നുപോയി. ഞാൻ അങ്ങനെ മറക്കും അമ്മായി. അതെ, ഉണ്ണേണ്ട കാര്യമില്ലേ, കൃത്യസമയത്തിന് വരാതിരിക്കോ? എടിയടി നീ എന്നെ വാരാണെന്ന് നോക്കണ്ട. കണ്ടോ അമ്മായി, ഇവൾക്ക് എന്നോട് ഒരു ബഹുമാനമില്ല. നിനക്ക് അവളെ ശ്വാസം നിർത്തിക്കൂടെ? അതെ അതെ, അതിനുള്ള അധികാരം കുഞ്ഞിനില്ലേ? ഒന്നില്ലെങ്കിൽ മുറപ്പെണ്ണല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ നവദമ്പതിമാരാകേണ്ടതല്ലേ? അപ്പൊ കുട്ടാ ആഹാരം റെഡിയാണോ നോക്ക്. ഇലയിട. ശരി ശരി. അല്ല, രാജേട്ടന് വന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ പിറന്നാളാഘോഷം ഗംഭീരാകുമല്ലോ. എത്ര ദിവസത്തെ ലീവുണ്ട്? നാളെ പോകേണ്ടതാ, പക്ഷെ അമ്മ വിടുന്നില്ല. അതുകൊണ്ട് 2 ദിവസം കൂടെ തങ്ങിയേക്കും. ചിലപ്പോഴോ ഇവനെ കണ്ണു നിറയൊന്നും കണ്ടില്ല, അതിനിടയ്ക്ക് പോണെന്ന്. അറിയാടാ, എനിക്കറിയാം, നിനക്കൊക്കെ അത്രേ ഉള്ളൂ. അതിന് അമ്മ എന്തിനാ ചൂടാവുന്നത്? അമ്മ എന്ന് പോകാൻ പറയുന്നു അന്നേ ഞാൻ പോകുന്നു. പിന്നെ വേറൊരു കാര്യം, തിരിച്ച് ബാങ്കിൽ ചെല്ലുമ്പോ എന്റെ സീറ്റിൽ ആരെങ്കിലും കയറി ഇരിക്കുന്നത് കണ്ടാൽ ഞാൻ ഇങ്ങ് തിരിച്ചു പോയി ഒരു കലപ്പയും 2 കാളും റെഡിയാക്കിയേക്കും. പിന്നെ നീ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ ജീവിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു. നീ കുളിച്ച് തല തോർത്തില്ലേ? തോർത്തിയത് പിന്നെ പിന്നെ തോർത്തി. നീ കൊണ്ട് കുളിച്ചിട്ട് നല്ലവണ്ണം തല തോർത്തെന്ന് പറഞ്ഞാൽ ഒരു കേൾക്കില്ല. നീ കൊണ്ട് ഒന്ന് നിർത്തമ്മ. എന്തൊരു കഷ്ടമാണെന്റെ ദൈവം. അമ്മ ഒന്ന് നിർത്ത. മതിയമ്മ, ഞാൻ നല്ലപോലെ തോർത്തിയതാ. എന്റെ ഹെയർ സ്റ്റൈൽ അല്ല, ഈ നിലക്ക് അമ്മായി തല തോർത്തിക്കാൻ രാജേട്ടന്റെ ജോലി സ്ഥലത്തും പോകേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യാനാ ഗോപ, പറഞ്ഞ അനുസരണം വേണ്ടേ? ഗോപൻ എത്തിയോ? കണ്ടോ അമ്മായി, ഗോപൻ എത്തിയത് എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ. വെറുതെ അല്ല, പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ നടത്തുന്ന കാര്യത്തില് ഡിപ്ലോമയല്ലേ സാറ്? ഗോപൻ ഇരിക്കും, ഞാൻ ഇപ്പൊ നീ എവിടെ പോന്നു? പോസ്റ്റ് ഓഫീസിലേക്ക്. ഇപ്പൊ പോണ്ട, അത്യാവശ്യമായിട്ട് എഴുത്ത് പോസ്റ്റ് ചെയ്യാനുണ്ടോ? എന്ത് അത്യാവശ്യമായാലും ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി. ഞാനാ പറയുന്നത്. അണി ചോറ് വേണം. മതി മോനെ, മതി മതി. ചേച്ചി വരി ചേച്ചി. ഇരിക്കടി അവിടെ. ചോറിനായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് പോകുന്നു. ഇരിക്കടി അവിടെ. അതെവിടെയെങ്കിലും ഓടിപ്പോകൂ. ഇവിടെ ചോറ് ഇനിയും കാണും. ഇങ്ങോട്ടിരിക്കാൻ ചേച്ചി. ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കും, അവിടെ ഇരിക്കും. വേണ്ട 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 വേണ്ട. പിറന്നാൾ സദ്യ ഉണ്ണേണ്ടത് അമ്മയും മക്കളും ബന്ധുക്കളും മാത്രം ഇരുന്നാണ്. ഇരുന്നാണേ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി അപ്പുറത്തിരുത്തി ചോറ് കൊടുക്കും. കൊണ്ടുപോ. അടുക്കളത്തിലേക്കല്ലേ, വെറുതെ അങ്ങനെ നോക്കി വെക്കണ്ട. അമ്മായി ഏതായി പെണ്ണ്? ഇവിടെ അടുത്തുള്ള ഒരു വാദ്യാരുടെ മകളാ. പാവങ്ങളാ. ഞാനും കൂടെ അവിടെ. എന്ന് തുടങ്ങിയടി നിനക്ക് ഈ അനുസരണക്കേട്? അവളെ രമ ക്ഷണിച്ചതായിരിക്കും. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഊണ് കഴിക്കും. എടാ ഗോപ, പായസം വരുന്നുണ്ട്, നമുക്ക് മത്സരിച്ച് തട്ടാം. ഓ യെസ്. കുറച്ചേരം കൂടെ നിൽക്കട്ടോ, എല്ലാരും എണീക്കാറേ. കുറച്ചും കൂടെ ആരായിരിക്കടോ, എല്ലാരും ഉണ്ടിട്ട് ബാക്കിയുള്ളത് തരാം. മോളെ, നീ എന്താ നേരത്തെ പോകുന്നത്? അവിടെ ചെന്നപ്പോ ഉണ്ണുന്ന സമയമായിരുന്നു, അതുകൊണ്ട് വേഗം ഊണ് കഴിച്ചു പോന്നു. അച്ഛൻ ഊണ് കഴിച്ചോ? കഴിച്ചു.
അവിടുത്തെ വിഭവസമർത്ഥമായ ഊണിനേക്കാൾ രുചി ഇവിടത്തെ പച്ചവെള്ളത്തിനാ, അല്ലേ മോളെ? മാസ്റ്റർ എവിടെ? പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വിമലയോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ? അതൊന്നും കാര്യമാക്കണ്ട. അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റി അമ്മ ചിന്തിക്കാറില്ല. ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. ആ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഗംഭീരമായി ഒരു പിറന്നാൾ ആഘോഷിക്കാം. അല്ല, ഇതാര്? നായരുട്ടിയോ? നിങ്ങൾക്ക് എന്താണ് മോന്തിക്കുരിപ്പിന് ഇവിടെ? ഞാൻ മാസ്റ്ററെ കാണാൻ വന്നതാ. ആ, എന്നിട്ട് നിക്കാഹിന്റെയും പിറന്നാളിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കേട്ടല്ലോ. അതാർക്കാ? വയസ്സ് കാലത്ത് മാഷക്കാ? അത് അത് വേണ്ട 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 വേണ്ട. നായരുട്ടി അങ്ങനെ വീണേർത്ത് കിടന്നു ഉരുളണ്ട. ഓക്കെ നായരുട്ടിയെ, അന്റെ പ്രായം ചവിട്ടി കടന്നിട്ട് തന്നെയാണ് ഈ മൊയ്തുട്ടി താടിയും തലയും നരച്ചുപിടി എത്തിക്കുന്നത്. കല്യാണം കഴിക്കാൻ പ്രായമായ ആണും പെണ്ണും കൂടി നിക്കാഹിന്റെ കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ ഇക്കുമത്തി നമുക്ക് പിടികിട്ടും. ഇത് നമ്മൾ തുറന്നു പറയേ. എന്തേ? ഞങ്ങൾ തമ്മിൽ മോഹബത്ത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ അമ്മേനോട് പറയാം, അമ്മ നമ്മൾ മോഹബത്തപ്പെട്ടിരിക്കണേന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ മാസ്റ്ററോടും പറയാം. എന്നിട്ട് 4 ആളെ കൊണ്ട് പറയിപ്പിക്കാണ്ട് വേഗം കല്യാണം കൊണ്ട് കഴിക്കാം. എന്തേ? അമ്മയോട് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് മറ്റാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കുന്നതല്ലേ. എന്നാ നമ്മൾ പറയണോ? ഇവിടുത്തെ മാസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കണോ? അച്ഛൻ സമ്മതിക്കില്ല. സമ്മതിക്കൂലേ? ആര് കൊണ്ട് സമ്മതിക്കൂല? എനക്കാ പിടിയുള്ളത്. നമ്മൾ സമ്മതിപ്പിച്ചുതരാം. ആ ആ, എന്നാ നായരുട്ടി നടക്കുകയും ചെല്ലി. എന്താ ചൂട്ട് വേണോ? വേണ്ട. ആ, എന്നാ ചെല്ലി ചെല്ലി. നമ്മളെ ഇതൊക്കെ ഉണ്ട് വാങ്ങി വെക്ക്. ഇത് ശർക്കര, ഇത് മുളക്, ഇത് ചിമ്മേണ്ണയാണ്. സൂക്ഷിച്ചെടുക്കണം, മനസ്സിലായോ? കിലോ ലിറ്ററിന് 4 റുപ്യാണ് വില. കടൽ ഉണങ്ങിപ്പോയിന്നുണ്ട്, മീനൊന്നും കിട്ടിയിട്ടില്ല. അയച്ചോ, ഇതാ എന്റെ പിയ്യാപ്പിള വരികയാണ്. അവരൊക്കെ വലിയ ആളുകളല്ലേ മൊയ്തു? നമ്മൾ അവരുടെ വീട്ടിൽ ഒരു കല്യാണാലോചന വേണ്ടി ചെന്നാലെന്താ പിടിച്ച് കുത്തനാണ് മീൻകാളിയോ? ഇയാളൊന്നും മുണ്ടാതെ കുത്തിരിക്കും മാഷേ. അല്ല നോക്കി, ഇപ്പോഴത്തെ കാലത്തെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ചെറുപ്പക്കാരുടെ ഇഷ്ടം എന്താണെന്ന് നോക്കുക. അത് നല്ല കാര്യമാണെന്ന് തോന്നിയ ഓരോ ഇഷ്ടത്തിന് അവിടെ വിടുക. എന്തേ? എന്റെ അഭിപ്രായത്തില് ആ നായരുട്ടി മുന്തിയോനാ. ഓനെപ്പോലത്തെ ഒരു ചെറുപ്പക്കാരനെ ഇപ്പോഴത്തെ കാലത്ത് ഈ ദുനിയാവ് കാണൂല. എനിക്ക് എന്റേതായ ചില ആദർശങ്ങളുണ്ട്. എന്നാ പിന്നെ ആദർശം കൂടി ചുരുക്കി മടക്കി തലവേണ്ട അത് കുത്തി നടത്തിട്ടുണ്ട്. കിടന്ന് ഉറങ്ങിക്കോളി ചെല്ലി. അല്ല മറ്റ് നോക്കി, പെണ്ണും ചെറുക്കനും കൂടി വല്ല ഇക്കുമത്തും കാണിച്ചാല് നിങ്ങൾ പിന്നെ ബഹളം വെച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവൂല. നോക്കി ഇങ്ങോട്ട് നോക്കി, ഞാൻ പറഞ്ഞേക്ക്. നേരെ അങ്ങോട്ട് ചെല്ലുക, ഭാഗ്യരവ്യമായി കാണുക, കാര്യത്തിന്റെ കിടപ്പുകളൊക്കെ അങ്ങോട്ട് പറയാ. എന്തേ? വാദ്യാർക്ക് ഇങ്ങനെ ഒരു ആലോചനയായിട്ട് എന്റെ മുമ്പിൽ വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് മാന്യതയ്ക്ക് ഒരു കുറവുമില്ല ഭാർഗവമ്മേ. നിങ്ങൾക്കറിയാമോ, ഇവിടുത്തെ ഇപ്പോഴത്തെ കലക്ടർ എന്റെ ശിഷ്യനാണ്. മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ കുര്യൻ എന്റെ ശിഷ്യനാണ്. അദ്ദേഹം എന്റെ ആരോഗ്യത്തെക്കുറിച്ച് അറിയാൻ മാസത്തിലൊരു കത്തയക്കും. രാജിവെച്ച ആഭ്യന്തരമന്ത്രിയുടെ ശിഷ്യനാണ്. അപ്പോ KD കുഞ്ഞവറാനും പോക്കറ്റടിക്കാരൻ കുട്ടനും മാഷ ശിഷ്യന്മാരല്ലേ? ആ കൂട്ടത്തിൽ നിന്റെ പേരും പറയാത്തതെന്താ? ഞാൻ പോയിട്ട് വരട്ടെ. സൂക്ഷിച്ചു പോണം. ഭാർഗവമ്മേ, ഒരു അധ്യാപകന്റെ മാന്യത നിങ്ങൾ മനസ്സിലാക്കണം. രവീന്ദ്രനും ഒരു അധ്യാപകനാണ്. അവൻ പഴയ 5 രൂപ വാദ്യാരൊന്നുമല്ല. ഇപ്പോഴത്തെ ടീച്ചർമാരും പഴയ വാദ്യാരന്മാരും ഒരുപോലെയാ. ഇപ്പോഴത്തെ ടീച്ചർമാർ പലരും സ്വർണ്ണാച്ചല്ലേ കഴുത്തി കെട്ടുന്നത്, അല്ല കൈ കെട്ടുന്നത്. വാദ്യാര് കൊണ്ട് നേരെ നടന്ന് സമയം കുറിച്ചല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്റെ മക്കൾക്ക് 2 ലക്ഷം രൂപയുടെ സ്വത്ത് വീതം കൊടുക്കാൻ എനിക്കുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും പണക്കാരൻ കോൺട്രാക്ടർ PKPയുടെ സിസ്റ്ററാണ് ഞാൻ. എന്റെ മോനെ കൊണ്ട് ഒരു ദരിദ്രവാസി വാദ്യാര മോനെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഭാർഗവമ്മേ, കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു. എനിക്കൊരു ജോലിയുണ്ട്. പക്ഷേ ഞാനൊന്നും പറയാതിരുന്നത് എന്റെ ഗുരുഭക്തി കൊണ്ടാണ്. കേൾക്കാനുള്ളത് മുഴുവൻ കേട്ടില്ലേ? ദേ
മോൾക്ക് ദഹനക്കേട് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂലിക്കാരനെ പിടിച്ചു കൊടുക്ക്. ഞാൻ പറയുന്നതുകൊണ്ട് ഒരു ഡിഫിക്കൽട്ടി തോന്നരുത് കേട്ടാ, മനസ്സിലായില്ലേ? മോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. പോയ കാര്യം എന്തായിരുന്നു? അവരെന്നെ അപമാനിച്ചയച്ചു. പത്ത് പിള്ളേരെ അക്ഷരം പറഞ്ഞു കൊടുത്തവനാ ഞാനെന്നെങ്കിലും ആ സ്ത്രീ കണക്കാക്കിയില്ല. ഇങ്ങനെ അതൊന്നും കാര്യാക്കണ്ടെന്ന്. ഓനിക്ക് ചൊണയുണ്ടായ പെണ്ണിയും കൊണ്ട് മാറി താമസിക്കാലോ. എന്തേ? അതൊന്നും നടക്കില്ല പോയത്. ഒരു നേരത്തെ കഞ്ഞിക്ക് അന്വേഷിക്കാൻ കഴിവുള്ളവന് ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കും. എന്നെ ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എന്റെ അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനിവിടെ കഴിഞ്ഞോളാം. മറ്റൊരു വിവാഹം എനിക്ക് വേണ്ട. വരണുണ്ട്. രവീന്ദ്ര, എന്താ അമ്മേ? നിന്റെ എത്രാമത്തെ വയസ്സിൽ നിന്റെ അച്ഛൻ മരിച്ചു എന്ന് നിനക്കറിയാമോ? 7ാമത്തെ വയസ്സിലാണെന്ന് അമ്മ പറയാറുണ്ടല്ലോ. നിന്നെ ഈ നിലയിൽ വളർത്തിയെടുക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടം സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? കുറേയേറെ സഹിച്ചു കാണും. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെ അനുസരിക്കേണ്ടത് മകന്റെ കടമയല്ലേ? എനിക്ക് മനസ്സിലായില്ല. എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്ത? അമ്മ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഓ, ഞാൻ വിവരമില്ലാത്തവളായിരിക്കും. അതല്ലമ്മേ. അപ്പൊ പിന്നെ പറയണം. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നത് വാസ്തവമാണ്. ചാമുണ്ണി മാസ്റ്ററുടെ മകൾ വിമലയെ. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. മതിയടാ, മതി. എന്റെ ഈശ്വരാ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. അയ്യോ, എനിക്ക് ജീവിച്ചിരിക്കണ്ട. എന്റെ മക്കൾക്ക് ആർക്ക് എന്നെ വേണ്ട. ചേട്ടനോട് ഇരിക്കും, ഞാൻ പോയി ഡോക്ടറെ. ശരി. അമ്മേ, അമ്മേ. മോനെ, അമ്മ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്ന അറിഞ്ഞൂടാ. മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്റെ മോനെ, അമ്മയ്ക്ക് വിഷമമുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതെങ്ങനെയാ? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ മോൻ കല്യാണം കഴിക്കുമെന്ന് നിർബന്ധം പിടിച്ചാൽ മനസ്സ് വിഷമിക്കാണ്ടിരിക്കുവോ? അപ്പോട്ടാ മോനെ രവി, അമ്മയുടെ ഇഷ്ടത്തിനെതിരായി നീ ഒന്നും പ്രവർത്തിക്കില്ലെന്ന് എനിക്ക് വാക്കു തരണം. അല്ലെങ്കിൽ ശരി അമ്മേ. മാസ്റ്റർ എന്നോട് ക്ഷമിക്കണം. തെറ്റെന്റേതാണ്. അമ്മയെ എതിർക്കാൻ ശക്തിയില്ലാത്ത ഞാൻ വിമലയെ സ്നേഹിച്ചുകൂടായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. അമ്മയുടെ കുടുംബ സ്വത്ത് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ പെരുവഴിയിലായിരുന്നു. ആരെതിർത്താലും വിമലയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അമ്മ ഒരു ഹൃദ്രോഗിയാണ്. ഞാൻ അമ്മയെ അനുസരിക്കാതിരുന്നാൽ അത് അവരുടെ മരണത്തിനിടയായിരിക്കും. വിമലയെ ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു കൊടുക്കും. മാസ്റ്റർ എന്താ ഒന്നും മിണ്ടാത്തത്? മാസ്റ്റർ, 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 മാസ്റ്റർ. ആ രാവുണ്യമാചാര്യ ശോമടക്കിനെ നമ്മുടെ രവിക്കുഞ്ഞും പോയെന്ന് കേട്ടു. ചേട്ടനെ പഠിപ്പിച്ച
സാറല്ലേ? ആ വാദ്യാരി ഇവിടെ വന്ന് കല്യാണാലോചിച്ചപ്പോഴേ ദൈവം വിചാരിച്ചതാ. ഇനി ഈ വിവരദോഷം ഇവിടെ ഇട്ടേക്കണ്ട, അങ്ങ് വിളിച്ചേക്കാൻ വന്നു. മൂപ്പരൊരു കാര്യം തീരുമാനിച്ചാൽ ഒട്ടും താമസിക്കില്ല, ഒട്ടനെ നടപ്പാക്കും. ഓ, ആ കണ്ണിമാങ്ങ പറഞ്ഞ എവിടെ വെച്ചു മോളെ? പെട്ടിയുടെ ഒരറ്റത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, കണ്ണിമാങ്ങ പറഞ്ഞൊന്നും പെട്ടിക്കകത്ത് വെക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മുളകാറ് കൊണ്ട് 2-3 ഷർട്ട് നാശമായത്. ഈ പ്രാവശ്യം ആ കുഴപ്പം പറ്റില്ല. ഞാൻ കന്നിമാഭരണി ഈ അണ്ടർവെയറിനകത്താക്കി പൊതിഞ്ഞാ വെച്ചിട്ടുള്ളത്. അഥവാ ഇനി മുളകാറ് വീണാലും ഉടുപ്പി പറ്റില്ല. ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കേക്കില്ല. മോളെ കാച്ചി എണ്ണ എവിടെ വെച്ചു? അതും പെട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടമ്മേ. ആ, ചോർന്നു പോകാൻ ഇടയുള്ള എല്ലാ സാധനങ്ങളും മുണ്ടുപെട്ടിക്കകത്ത് തന്നെയാ വെച്ചിട്ടുള്ളത്. എല്ലാത്തിനും ഒരു സൂക്ഷ്മത ഉണ്ടായിരിക്കണമല്ലോ. മോനെ, ഇത് രാസനാദി പൊടിയാണ്. ദിവസവും കുളിച്ചിട്ട് തല നല്ലവണ്ണം തോർത്തിട്ട് ഇത്തിരി രാസനാദി തിരുമണം. ശരി ശരി, ഒന്ന് വേഗം ആവട്ടെ, ട്രെയിന് സമയമായി. നാണി, ഇനി അവിടെ ഒന്നും ബാക്കിയില്ലല്ലോ. ആ, പെട്ടി എടുത്തോട്ടെ.